തരൂർ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ച പ്രതിസന്ധിയുടെ ആഴം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ഗ്ലോബൽ ആഗോള നിക്ഷേപക സംഗമം നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അതിൽ പ്രതിപക്ഷത്തിന് പങ്കെടുക്കേണ്ടി വരുന്നു. കാരണം നിങ്ങൾ ഓർത്ത് നോക്കൂ, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ ഔദ്യോഗിക പരിപാടികളും ബഹിഷ്കരിച്ചവരാണ് നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. കെ ഫോണിന്റെ ഉദ്ഘാടനത്തിൽ പോലും പങ്കെടുക്കാതിരുന്നവരാണ് പ്രതിപക്ഷം. പക്ഷേ ഇവിടെ ഗ്ലോബൽ സമ്മിറ്റിൽ അവർക്ക് പങ്കെടുക്കേണ്ടി വരികയാണ്. കാരണം തരൂർ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു കുഴി എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വികസന വിരുദ്ധരായി പോകും എന്ന വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുകയാണ്. തിരിച്ചടി പറഞ്ഞ വാക്കുകൾ അതേപോലെ ബൂമറാങ്ങായി തിരിച്ചടിക്കുക എന്ന വലിയ തലവേദനയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇവിടെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആനയുടെ കാര്യം പറഞ്ഞു വന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നക്കാരെയൊക്കെ മയക്കുപിടി വെച്ച് തളയ്ക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡ് തരൂരിന്റെ വാദങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതാണ്. കാരണം അത് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ്. കാരണം തരൂരിന്റെ വാദങ്ങളെ തിരുത്തി പറയാൻ പോയാൽ നാടിന്റെ നന്മയിൽ അല്ലെങ്കിൽ നാടിനൊരു നല്ല കാര്യം സംഭവിച്ചാൽ പോലും എതിര് പറയുന്നവരായി കോൺഗ്രസ് മാറും എന്ന പൊതുബോധം ഇവിടെ ഉറച്ചു പോകും എന്നൊരു ഭയം കോൺഗ്രസ് ഹൈക്കമാൻഡുണ്ട്. സതീശനത്തില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആ ആശങ്കയുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കലായിട്ട് ചിന്തിച്ചാലും സുധാകരനും സതീശനും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് അല്ലെങ്കിൽ അടികൂടുമ്പോൾ, ബഹളം വയ്ക്കുമ്പോൾ, ഓരോ പ്രസ്താവന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എതിരെയുള്ള ചാട്ടുളിയാകുമ്പോൾ അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ AICCക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടി തന്നെ ഇതിൽ മനസ്സിലായി. രസകരമായ കാര്യം, അതിലിപ്പോൾ സതീശനോട് പരസ്യ പ്രസ്താവനകളൊന്നും പാടില്ല എന്ന് താക്കീത് ചെയ്തിരിക്കുകയാണ് ഹൈക്കമാൻഡ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശന്റെ ഈ പക്വതയില്ലാത്ത നിലപാടുകളാണ് ഈ പ്രശ്നം ഇത്രയും ഗുരുതരമാക്കിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്രയും നാണക്കേടുണ്ടാക്കിയത് എന്ന നിഗമനത്തിലേക്ക് കൂടി ഹൈക്കമാൻഡ് എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിർഭൻ തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. നമുക്ക് നിർഭനോട് ചോദിച്ചറിയാം, കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ഉള്ളിലെ ചർച്ചകൾ എങ്ങനെയാണെന്ന്. നിർഭൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മനു, വിനിഷ. നിർഭനോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം അതേ ആർജവത്തിൽ നമുക്ക് തിരിച്ചെടുത്തുണ്ടല്ലേ. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ ആർജവത്തിൽ അടിച്ചതൊക്കെ തിരിച്ചടിക്കുകയാണ് കോൺഗ്രസുകൾ. അതെ, ഈ തരൂരിന്റെ പ്രസ്താവനയിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് തരൂരിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അങ്ങനെ ഒരു തീരുമാനം വരുന്നത് തരൂരിന്റെ പ്രസ്താവനയെ തിരുത്താൻ പോയാൽ അത് കൂടുതൽ പ്രതിസന്ധിയാകും, വികസന വിരുദ്ധരായി പോകും എന്ന ഒരു ചിന്തയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? മനു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രസക്തമാകുന്നത്, ഒന്ന് കേരളത്തിലുള്ളൊരു പോസിറ്റീവ് പൊളിറ്റിക്സ്, അതായത് വികസനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരും വികസനത്തിന് തുടരെ എതിര് നിൽക്കുന്ന ഒരു പ്രതിപക്ഷവും, അതിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനും പ്രതിപക്ഷത്തിനെ ഇക്കാര്യത്തിൽ പൂർണ്ണമായി വെട്ടിലാക്കാനും ഭരണപക്ഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശരിയാണ് എന്ന കാര്യത്തിലുള്ള സജീവ ചർച്ചയിലേക്ക് മാറുന്നതിനും തരൂരിൻ്റെ ഈ ലേഖനവും തുടർന്നുള്ള വാദപ്രതിവാദങ്ങളും ഈ പറഞ്ഞ വിവാദങ്ങളൊക്കെ വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. കാരണം വളരെ ഈ പുതുതലമുറ രാഷ്ട്രീയത്തിന് അതീതമായി ഒക്കെ തന്നെ കേരളത്തിൻ്റെ വികസനത്തിൽ ഒരുമിച്ച് നിൽക്കണം. പ്രവാസിയായിട്ടുള്ളവർ, സംരംഭകർ, വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ, ഇവരൊക്കെ തന്നെ പറയുന്ന ഒരു വാദം, അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ് ശശി തരൂർ പറഞ്ഞത്. തരൂരിനെ പോലെ ഒരാൾ പറഞ്ഞപ്പോൾ അന്ന് കിട്ടിയൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാർ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലായിരുന്ന തന്നെയും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നാലും വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ചിട്ടയായ ഒരു പ്രവർത്തനമുണ്ട്. അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതിനും, ഇത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇതിനെ സ്ഥിരമായി എതിർക്കുന്ന, എന്തിനേ കണ്ണടച്ചെതിർക്കുന്ന ഒരു ഗ്രൂപ്പായി കേരളത്തിലെ പ്രതിപക്ഷം മാറി എന്ന കാര്യം സജീവമായ ഒരു മുഖ്യധാര ചർച്ചയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ ഇത് വഴിവെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം മനു പറഞ്ഞ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിലെ കൂടുതൽ ഉള്ളിലേക്കുള്ള ചർച്ച, വിവാദങ്ങൾ, തരൂര് തന്നെ വെല്ലുവിളിച്ച ഇംഗ്ലീഷ് അറിയാമെങ്കിൽ വായിച്ചിട്ട് വരൂ, അതിനകത്ത് എന്ത് ഡേറ്റകളാണ്, കണക്കുകളിലാണ് നിങ്ങൾക്ക് വിയോജിപ്പുള്ളത്, അങ്ങനത്തെ തുറന്ന ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്ന് VD സതീശനെ വെല്ലുവിളിച്ചത്. അതിലേക്കുള്ള തുടർ ചർച്ചകൾ സ്വാഭാവികമായും കൂടുതൽ എതിരായി വരിക പ്രതിപക്ഷത്തിനായിരിക്കും എന്ന കാര്യം ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം, ഇക്കാര്യങ്ങളിൽ തരൂരിനെ പ്രകോപിപ്പിക്കുകയും ഈ ചർച്ച കൂടുതൽ സജീവമാക്കി വിവാദമാക്കി കൊണ്ടുപോകുന്നതിൽ അപക്വമായ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു, കേരളത്തിലെ ചില നേതാക്കൾ സ്വീകരിച്ചു എന്ന നിലപാട് ഹൈക്കമാൻഡിന് പൂർണ്ണമായി ബോധ്യമായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തയിൽ പറഞ്ഞതാണ്, ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അതൃപ്തരാണ്, കേരളത്തിലെ നേതാക്കളെ പരസ്യ പ്രസ്താവന വിലക്കിയിരിക്കുന്നുവെന്ന്. അപ്പോഴും ചില മാധ്യമങ്ങൾ തരൂരിനെ ടാർഗറ്റ് ചെയ്യുകയും മറിച്ച് VD സതീശനൊക്കെ അനുകൂലമായി സംഘടിതമായി വാർത്തകൾ ചെയ്തിരുന്നു. തരൂരിനെ ഇകഴ്ത്തുന്ന തരത്തിൽ, തരൂരിന് മറ്റ് ചില അവസരങ്ങൾ ലഭിക്കാത്തതിനുള്ള കൊതിക്കറവാണ് തരൂർ നടത്തുന്നത്. KPCC ഓഫീസിന് അദ്ദേഹത്തിന് ഓഫീസില്ല, തരൂരിനെ പോലൊരാളിന് വർക്കിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ട് KPCC
KPCC ആസ്ഥാനത്ത് ഒരു ഓഫീസ് കിട്ടാത്തതിന് പിണങ്ങുന്ന ഒരാളൊന്നുമല്ല തരൂർ. പക്ഷേ അങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇന്നൊക്കെ തന്നെ പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ പരസ്യ ശാസന വിലക്കിക്കൊണ്ടുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇന്ന് 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഹൈക്കമാൻഡിൻ്റെ ഒരു നേരത്തെ തന്നെ ആ കാര്യത്തിൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളൊക്കെ വ്യക്തമായിരുന്നു. സുധാകരൻ അത്ര പ്രകോപനത്തോടെ തരൂരിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. തരൂരിനെ അറ്റാക്ക് ചെയ്ത 2 നേതാക്കൾ, ഒന്ന് VD സതീശനും ഒന്ന് ഹസനുമാണ്. രമേശ് ചെന്നിത്തലയും പഴയ വർക്കിംഗ് കമ്മിറ്റിയുടെ AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വളരെ സ്ട്രോങ് ആയ നിലപാട് തരൂരിനെതിരെ എടുത്ത രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ അത്രയും സ്ട്രോങ് ആയ നിലപാട് എടുത്തില്ല. അതെന്തെങ്കിലും ഡേറ്റയിൽ പറ്റിയ പെശകായിരിക്കും, അദ്ദേഹം അത് തിരുത്തും എന്നൊരു വാക്കുകൊണ്ട് രമേശ് ചെന്നിത്തല അവസാനിപ്പിക്കുകയായിരുന്നു. തുടർ വിവാദങ്ങൾക്ക് രമേശ് ചെന്നിത്തല നിന്നുമില്ല. പക്ഷേ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ വല്ലാത്ത അതൃപ്തിയുണ്ട്. പരസ്യ വിലക്ക് VD സതീശന് തന്നെയുള്ള വിലക്കാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവൻ, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചിട്ടുള്ള തരൂരിനാണ്. അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞാൽ തരൂര് ഹൈക്കമാൻഡുമായി ഈ വർക്കിംഗ് കമ്മിറ്റി അംഗമായതൊഴിച്ചാൽ നേരത്തെ തന്നെ AICC അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ച മുതൽ ആ ഒരു അതൃപ്തി തരൂരിനെതിരെ ഹൈക്കമാൻഡിനുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിനുള്ള അടുപ്പം പലപ്പോഴും തരൂരിന് അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2024 ശേഷം തരൂരിന് കൂടിക്കാഴ്ചയ്ക്ക് പോലും ഒരു അനുമതി രാഹുൽ ഗാന്ധി നൽകിയിരുന്നില്ല. പാർലമെൻറ്റിൽ വെച്ച് തമ്മിൽ സംസാരിക്കുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സംഘടനാ വിഷയങ്ങളിൽ ഒന്നിച്ചിരിക്കാനുള്ള അവസരം തരൂരിന് ഇതുവരെ ലഭിച്ചിരുന്നില്ല. 2024 ശേഷം തരൂരിന് അതിനുള്ള അവസരം ലഭിച്ചു. തരൂരിനെ അവർ വിളിപ്പിച്ചു. തരൂരിനെ സോണിയാഗാന്ധിയുമായും ഒപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുമായും ഒപ്പം അവിടേക്ക് KC വേണുഗോപാലിനെ വിളിച്ചു വരുത്തി. തരൂരിന് പറയാനുള്ള ഭാഗം ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് രാഹുൽ ഗാന്ധി കേട്ടു. അത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ വിജയമാണ്. അതിന് അവസരമുണ്ടാക്കിയത് VD സതീശനാണ്. അപ്പോൾ തരൂർ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സംഘടനാ വിഷയങ്ങളാണ്. തന്നെ സംഘടനാപരമായ ദൈനംദിന പ്രവർത്തനങ്ങളിലും ഒപ്പം തന്നെ നയരൂപീകരണങ്ങളിലും ഒരു തരത്തിലും തന്നെ അടുപ്പിക്കുന്നില്ല. ഒരു തരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് വല്ലാത്ത അവസ്ഥയിലാണ്. തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടും. കേരളത്തിലെ കോൺഗ്രസിലെ യഥാർത്ഥ വിഷയങ്ങൾ വളരെ ഭംഗിയായി തരൂരിന് അവതരിപ്പിക്കാനായി എന്നതാണ്. അത് തരൂരിന് കിട്ടിയ വലിയ മുൻതൂക്കമായി ഈ വിവാദങ്ങൾ വഴിവെച്ചു. അതിന് ഏറ്റവും പ്രകോപനം ഒരുക്കി കൊടുത്തത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതിൽ അപക്വമായ നിലപാടായിപ്പോയി എന്ന വിലയിരുത്തൽ മുതിർന്ന നേതാക്കൾക്കടക്കം ഉണ്ട്. മനു, തീർച്ചയായും ഇപ്പോൾ സമീപകാലത്ത് ഒരുപാട് പ്രശ്നങ്ങളിലും അതേ നിലപാട് തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പൊതുവായി മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്നത്. പല സമീപനങ്ങളും അപക്വമായിരുന്നു, അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന തരത്തിൽ പലരും നേരത്തെ വിലയിരുത്തുന്നത് നമ്മൾ കണ്ടതാണ്.